അനന്തു, നമുക്കേ ലഘുവായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം ഏതല്ല? കരാമേൽ വന്നിട്ട് ലഘുവായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം ചോദിച്ചാൽ അതൊരു ട്രോളോ. നമ്മൾ കഴിഞ്ഞു അവിടെ നിന്ന് നേരെ പോയിട്ട് ആദ്യം കണ്ട റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാം. ബാ. അവിടെ നിന്ന് നേരെ നടന്നപ്പോൾ ആദ്യം കിട്ടിയ റെസ്റ്റോറൻറ്റ് ഫിഷ് ഈറ്റേറിയമാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അകത്തേക്ക്. ആദ്യമായി സ്റ്റാർട്ടറായി കഞ്ഞി എത്തി. കഞ്ഞിയാണ് സ്റ്റാർട്ടർ എന്ന് ആലോചിക്കുമ്പോഴാണ് അനന്തു അതിനെന്തോ ഒരു പേര് പറയുന്നത്. കഞ്ഞി പോലെ എന്താ പേരെന്തോ? എന്തായിരുന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നേരെ അങ്ങ് അനന്തുവിനും എടുത്തു. അനന്തു അതിൽ പെപ്പറൊക്കെ ഇട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജ്യൂസ് എത്തി. ഞാൻ എടുത്തത് ലെമൺ ജ്യൂസും അനന്തു എടുത്തത് വാട്ടർ മെലനും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ജ്യൂസിൽ, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. സത്യത്തിൽ ഓവർ ഷുഗറൊന്നുമല്ല, നല്ല ജ്യൂസായിരുന്നു. അങ്ങനെ നമ്മുടെ പ്ലേറ്റ് എത്തി. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഐറ്റം എത്തി. സീ ബ്രീമും സ്കിഡും പ്രോൺസും എല്ലാം ചേർന്ന ഒരു മിക്സഡ് പ്ലേറ്റ്. മസാല ഉണ്ടല്ലോ, സെറ്റ് അടിപൊളി. ഇത് ചൂരയും കൂടെ ഉണ്ടായിരുന്നു സെറ്റ്. ചുവപ്പ് എനിക്ക് പച്ചയിനകത്ത് ഇഷ്ടപ്പെട്ട ചുവപ്പാണ്. അങ്ങനെ ആ വലിയ പാത്രം സീ ഫുഡ് പ്ലേറ്ററും അകത്താക്കി ഇര വിഴിഞ്ഞ പാമ്പിൻ്റെ അവസ്ഥയായി. സത്യത്തിൽ ഒരു മുള്ളു പോലും നമ്മൾ ബാക്കി വെച്ചിട്ടില്ല. സത്യം പറയാമല്ലോ, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. കൊടുക്കുന്ന കാശിന് മൊത്തം സാധനമായിരുന്നു. ഇത്രയും ലാവിഷായി കഴിച്ചാൽ നമുക്ക് ചാർജ് വന്നത് ഏകദേശം 70 ദിർഹംസ്. അങ്ങനെ അനന്തു ബില്ലും പേ ചെയ്ത് നേരെ അവിടെ നിന്നൊരു സുലൈമാനിയും വാങ്ങിച്ച് നേരെ റൂമിലേക്ക്. അടുത്ത വരവിന് ആമിയും കൂടെ കൂട്ടണം, അല്ലെങ്കിൽ അവൻ നമ്മളെ കൊന്നു കളയും. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ റൂമിലേക്ക്.